അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നിലുള്ളൊരു വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചതാണ്. അപ്പം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാമാമാരെ വീട്ടിൽ പോവുക എന്നുള്ളത് നമ്മളുടെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തുമ്മ, ഞാൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഞാനൊക്കെ ഒറ്റയടിക്ക് 5 കിലോനാണ് കൂടിയത്. അപ്പോൾ മെഷീൻ്റെ തകരാറാണെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ നഴ്സറി. വാവ്, അടിപൊളിയാണേ, കാണാൻ തന്നെ അടിപൊളിയല്ലേ? ആണ്. അപ്പം നമുക്ക് പോവാം. നമ്മൾ പോണ ടൈം നല്ല നട്ടുച്ച വെയിലാണേ. നോക്കിയേ, ഈ വെയിലത്താണ് നമ്മൾ പോണത്. പക്ഷെ നമുക്കത് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു 20 മിനിറ്റ് നടന്നാലാണ് മാമാടെ വീട്ടിലെത്തുക. അപ്പം നമ്മൾ ഇവിടെ ഒരു വളവ്, എത്ര വളവുണ്ട് എന്നില്ല നിങ്ങൾ തന്നെ എണ്ണിക്കോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിൽ നല്ല അടിപൊളിയല്ലേ? ഇപ്പോൾ ഇതിൻ്റെ പല കളറുള്ളതും ഞാനിവിടെ കാണുകയാണ്. അപ്പം ഇത്രയും നടക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ തന്നെ എണ്ണിക്കോ. ഒരു വളവ്, 2 വളവ്, 3 വളവ്, അങ്ങനെ ഒത്തിരി വളവുകളൊക്കെ കഴിയുമ്പോഴാണ് വീടെത്തുക. ഞാൻ ചെറുതായിരുന്ന മുതലേ ഈ വീട്ടിൽ ഈ ചെടിയുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും. അപ്പം അങ്ങനെ നടന്നിട്ടും എത്തണുണ്ടായില്ല. കുറേ കാലത്തിന് ശേഷമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2 ടീം അങ്ങോട്ട് നടക്കുന്നുണ്ട്, 2 ടീം ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവരൊക്കെ റോട്ടിൽ നല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനമൊക്കെ ഞാൻ പണ്ടൊക്കെ കണ്ടതാണ്, ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മളെവിടെ എത്തി? യെസ്, വീട്ടിലെത്തി. ഇതാട്ടോ വീട്. അങ്ങനെ കുറേ നടന്നതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ഞാൻ നേരെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് പോയത്. കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ, ആകെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പണികൾ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം അവരെവിടെ പോയി എന്നുള്ളത് അറിഞ്ഞുകൂടാം. അപ്പം തൊട്ട് താഴെ തന്നെയാണ് അടുത്ത മാമാടെ വീട്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊക്കെ വീഡിയോസ് എടുക്കണുണ്ട്. ആകെ മാറി ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് പോയി നോക്കാം. താഴേക്ക് ഇറങ്ങണതിന് ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി ഇറങ്ങിയിട്ടില്ലെങ്കിൽ താഴെ കിടക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ പണി നടക്കുന്ന കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. നോക്കാം. നന്നായിട്ട് നോക്കി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടേക്ക് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നീട്ടി വിളിച്ചപ്പോൾ ആശാത്തി ഓടി വരുന്നുണ്ട്. ഇതെൻ്റെ മറ്റൊരു മാമാടെ വീടാണേ. അപ്പം അശാത്തി ഓടി വന്നിട്ടുണ്ടായി. അപ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ പോരുന്ന വഴിക്കൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായി. ഇവനെ ഞാൻ എടുക്കാതെ നിന്നപ്പോൾ തന്നെ അവനെ ഓടിക്കളഞ്ഞു. അടുത്ത ആൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായില്ല, ആളവിടെ തന്നെ ഇരുന്നേ. അപ്പം നമുക്ക് ഈ നട്ടുച്ചക്ക് വന്നിട്ട് എന്താ കിട്ടിയതെന്നറിയാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സൈഡിലൊക്കെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ മതിലെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കല്ലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നല്ല നട്ടുച്ചക്ക് നല്ല അടിപൊളി ചായ. എല്ലാവരും പുറത്തിരുന്നാട്ടോ കഴിക്കണത്. ഇവിടെ എല്ലാവരും പുറത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, സംസാരിച്ചുകൊണ്ടിരുന്നങ്ങാണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോള് കളിക്കണുണ്ട്. അവനും മോളും എന്തൊരു സ്നേഹം. 2 ആളും ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരുന്ന് കളിക്കണേ. വീഡിയോ എടുക്കണോണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സഹകരിക്കണുണ്ട് 2 ആളും വീഡിയോക്ക് വേണ്ടിയിട്ട്. പിന്നെ അവരുടെ കളി സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എൻ്റെ പൊന്നെ, ഇത് കാണാൻ നല്ല രസമാണ് പറഞ്ഞിട്ട് അല്ല, ഇതൊക്കെ എടുത്ത് മടക്കി വെക്കണത് വലിയ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അന്നത്തെ ഒരു ദിവസം പോയി കിട്ടും. നമ്മളിതെടുത്ത് വെക്കുക, അവരെടുത്ത് കളിക്കുക, അവരെടുത്ത് വെക്കുക. ഇതന്നെ ഒരു പരിപാടിയാണ്. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ വന്നതേ ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് വല്ലതും കഴിക്കാൻ നോക്കാം. ഫുഡിന് എന്താണെന്നുള്ളത്. അപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. വാവ്, നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വലിയ മാമാടെ മോളൊക്കെ വരുന്നുണ്ടായി. എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഈ കുഞ്ഞി സംരംഭം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വീട്ടിൽ തന്നെ യൂണിറ്റൊക്കെ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. റേറ്റായിരുന്നു ഏറ്റവും കൂടുതൽ 150 രൂപ റേഞ്ച് മുതലായിരുന്നു ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇതൊക്കെ എത്ര 200 ആ റേഞ്ചിലൊക്കെ ഉള്ള ചുരിദാറൊക്കെ ഉണ്ടായി.
നല്ല സാധനങ്ങളായിരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതിന് 10 മിനിറ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അറിയാമല്ലോ, ഇതൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2-3 മണിക്കൂർ അവിടെ പോയിട്ട് ഓരോന്ന് ഇട്ടും നോക്കിയും പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ അതൊക്കെ ഇട്ട് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചുരിദാർ കണ്ടിട്ടുണ്ടായിട്ടോ. ഇതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോന്നപ്പോഴേക്ക് ഈ നേരമായിട്ടുണ്ടായി. ഏകദേശം ഈ നേരമായിട്ടുണ്ടായേ, നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായി. അങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലുണ്ട് ഒരു പൂച്ചനെ വളർത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞങ്ങളതൊന്ന് കാണാൻ വേണ്ടി കയറി. ഇവർ കയ്യിലൊക്കെ വെച്ചിങ്ങനെ അടങ്ങിയിരുന്ന് കളിക്കണുണ്ടായേ. പക്ഷെ സമയം ഒരുപാട് കഴുകിയത് കാരണം അധികം നേരം അവിടെ നിൽക്കാതെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അവർ നമ്മൾ പിറകെ പോരുന്നുണ്ടായിട്ടോ നമ്മൾ പോരുമ്പോൾ. പക്ഷെ അവരവിടെ പിടിച്ച് മാറ്റി മടിയിലൊക്കെ വെച്ച് മോൻ അതിനെയൊക്കെ തൊട്ടൊക്കെ നോക്കണുണ്ടായേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.